ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഓണം എക്സാം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം കൂട്ടുകാരൊക്കെ ഈ എക്സാം നന്നായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ കൊടുത്തിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാസേജിൻ്റെ ടൈറ്റിൽ എന്താണ്, മാർക്ക് ട്വെയിൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പാസേജിൻ്റെ ടൈറ്റിൽ. Mark Twain was a famous American writer who made people laugh and think. അപ്പം മാർക്ക് ട്വെയിൻ ആരാണ്, ഒരു ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ റൈറ്റർ ആണ്. അയാൾ ആൾക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഓഥർ ആയിരുന്നു. He was born in 1835 and grew up near the Mississippi River. അപ്പോൾ അയാൾ എവിടെയാണ് ജനിച്ചത്, ഏത് വർഷമാണ് ജനിച്ചത്? അയാൾ 1835 മിസിസിപ്പി എന്ന നദിയുടെ അടുത്താണ് അയാൾ ജനിച്ചത്. ഓക്കെ, വളർന്നത്. ഓക്കെ, this gave him a chance to enjoy watching steamboats and dream of adventure. അപ്പം എന്താണ്, ആ മിസിസിപ്പി നദിയുടെ അരികിൽ ജനിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് അഡ്വഞ്ചർ എന്താ പറയുക, സാഹസികത നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു പ്രചോദനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അയാൾ എന്ത് കണ്ടൊക്കെയാണ് വളർന്നത്, സ്റ്റീം ബോട്ട്. എന്താണ് സ്റ്റീം ബോട്ട് എന്ന് പറയുന്നത്, സ്റ്റീം എൻജിൻ കൊണ്ട് മൂവ് ചെയ്യുന്ന ബോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റീം ബോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റീം എൻജിൻ യൂസ് ചെയ്തിട്ടാണ് ആ കാലത്ത് മിസിസിപ്പി എന്ന് പറയുന്ന നദിയിലൂടെ ബോട്ടുകൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ട്വെയിൻ റോട്ട് മെനി ഫണ്ണി ആൻഡ് ക്ലവർ സ്റ്റോറീസ്. അയാൾ എന്താണ്, ചിന്തിക്കാൻ പറ്റുന്നതും അതേപോലെ രസകരമായ ചിരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സ്റ്റോറീസ് അയാൾ എഴുതിയിട്ടുണ്ട്. ഹിസ് മോസ്റ്റ് ഫേമസ് ബുക്സ് ആർ ദ അഡ്വഞ്ചർ ഓഫ് ടോം സേവർ. അപ്പം എന്താണ്, അയാളുടെ ഫേമസ് ആയിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണ്, ദ അഡ്വഞ്ചർ ഓഫ് ടോം സേവർ ആൻഡ് ദ അഡ്വഞ്ചർ ഓഫ് ഹക്കിൾബറി ഫിൻ. അപ്പോൾ എന്താണ്, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയാളുടെ വർക്ക് എന്താണ്, ഒന്ന് ഇത് അഡ്വഞ്ചർ ഓഫ് ടോം സേവർ ആൻഡ് ഇത് അഡ്വഞ്ചർ ഓഫ് ഹക്കിൾബറി ഫിൻ. ദീസ് സ്റ്റോറീസ് ആർ അബൌട്ട് ടു ബോയ്സ്. അപ്പോൾ ഈ രണ്ട് സ്റ്റോറീസ് ആരെ കുറിച്ചിട്ടാണ്, രണ്ട് ആൺകുട്ടികളെ കുറിച്ചിട്ടാണ്. ആരൊക്കെയാണ് ആ രണ്ട് പേര്, ടോം സേവർ ആൻഡ് ഹക്കിൾബറി ഫിൻ. അപ്പം ഈ രണ്ട് സ്റ്റോറീസിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ടോം സേവർ ആൻഡ് ഹക്കിൾബറി ഫിൻ, who looked up for exciting adventures. എന്താണ്, അവർ രണ്ടുപേരും എന്താണ്, രസകരമായ സാഹസികതകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ബോയ്സിന്റെ കഥയാണ് ആരെഴുതിയിരിക്കുന്നത്, മാർക്ക് ട്വെയിൻ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ട്വെയിൻ എന്താ, ഓഥറിനെ പോലെ തന്നെയാണ് അവർക്കും ഇങ്ങനെ സാഹസികത നിറഞ്ഞ ജീവിതം നയിക്കാനായിരുന്നു അവർക്കും ആഗ്രഹം. ഓക്കെ, മാർക്ക് ട്വെയിൻസ് റിയൽ നെയിം വാസ് സാമുവൽ ക്ലെമൻസ്. അപ്പം എന്താണ്, മാർക്ക് ട്വെയിനിന്റെ ശരിക്കും പേരെന്താണ്, സാമുവൽ ക്ലെമൻസ് എന്നായിരുന്നു മാർക്ക് ട്വെയിനിന്റെ ശരിക്കും പേര്. ബട്ട് ഹി യൂസ്ഡ് എ പെൻ നെയിം ടു റൈറ്റ് ഹിസ് ബുക്സ്. അപ്പം എന്താണ്, വാട്ട് ഇസ് പെൻ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം എന്താണ്, എസ്പെഷ്യലി ഇംഗ്ലീഷിലെല്ലാം ഓതേഴ്സ്, ബുക്സ് എഴുതുന്ന ഓതേഴ്സ് എന്ത് ചെയ്യും, അവരുടെ റിയൽ നെയിമിന് പകരമായിട്ട് ഒരു ഫേക്ക് നെയിം അല്ലെങ്കിൽ വേറൊരു നെയിം അവർ ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പം മാർക്ക് ട്വെയിനും ശരിക്കും മാർക്ക് ട്വെയിൻ്റെ പേരെന്താണ്, സാമുവൽ ക്ലെമൻസ് എന്നാണ്. അയാൾ യൂസ് ചെയ്ത പേരെന്താണ്, അയാളുടെ ബുക്സിലൊക്കെ യൂസ് ചെയ്ത പേരെന്താണ്, മാർക്ക് ട്വെയിൻ എന്നാണ്. ഓക്കെ, ഈവൻ ടുഡേ പീപ്പിൾ അറൌണ്ട് ദ വേൾഡ് എൻജോയ് ഹിസ് സ്റ്റോറി. അപ്പം ഇപ്പോഴും എന്താണ്, മാർക്ക് ട്വെയിൻസിന്റെ സ്റ്റോറീസ് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പാസേജ് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പം ഈ പാസേജിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നു നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഇവിടെ പാസേജ് കൊടുത്തിട്ടുണ്ട്. ഈ പാസേജാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻസ് നോക്കാം.
Which of the names given below are the characters in the books written by Mark Twain? Mark Twain രണ്ട് പുസ്തകം എഴുതി എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? അഡ്വഞ്ചർ ഓഫ് ടോം സേവർ ആൻഡ് അഡ്വഞ്ചർ ഓഫ് ഹക്കിൾബെറി ഫിൻ. അപ്പം അതിലെ രണ്ട് ബോയ്സ് ആണ് മെയിൻ ക്യാരക്ടർ. അവരുടെ പേരെന്താണ്? ടോം സേവർ ആൻഡ് ഹക്കിൾബെറി ഫിൻ ആണ് രണ്ട് പേര്. അപ്പൊ എന്താണ്? വിച്ച് ഓഫ് ദ നെയിംസ് ഗിവൺ ബിലോ ആർ ക്യാരക്ടർ ഓഫ് ദ ബുക്സ് റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ. ആരൊക്കെയാണ് അപ്പം? ഒന്ന് ടോം സേവർ ആൻഡ് രണ്ടാമത്തെ ആരാണ്? ഹക്കിൾബെറി ഫിൻ. ഓക്കെ, അടുത്ത വേറെയൊക്കെ ഒന്ന് നോക്കി നോക്കുക ഓപ്ഷൻസ്. മാർക്ക് ട്വെയിനും സാമുവൽ ക്ലെമൻസും ആണോ? അല്ല. മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പെൻ നെയിമും സാമുവൽ ക്ലെമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്ക് ട്വെയിൻ്റെ റിയൽ നെയിമുമാണ്. സാമുവൽ ക്ലെമൻസ് ആൻഡ് ടോം സേവർ അല്ല. സാമുവൽ ക്ലെമൻസ് എന്ന് പറയുന്നത് എന്താണ്? മാർക്ക് ട്വെയിൻ്റെ റിയൽ നെയിം ആണ്. ടോം സേവർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. പക്ഷെ രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഇത് തെറ്റാണ്. മൂന്നാമത്തെ എന്താണ്? ഹക്കിൾബെറി ഫിൻ ആൻഡ് മാർക്ക് ട്വെയിൻ. ഹക്കിൾബെറി ഫിൻ കറക്റ്റ് ആണ്, പക്ഷെ എന്താണ്? മാർക്ക് ട്വെയിൻ തെറ്റാണ്. മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമുവൽ ക്ലെമൻസിന്റെ പെൻ നെയിം ആണ്. അപ്പൊ ഇതും തെറ്റാണ്. പക്ഷെ ഡി എന്താണ് ആൻസർ? ടോം സേവർ ആൻഡ് ഹക്കിൾബെറി ഫിൻ. അപ്പൊ ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഓരോ ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോന്ന് അവോയ്ഡ് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് സംതിങ് ദാറ്റ് മേക്സ് യു ലാഫ്. ഓക്കെ, അപ്പം നമ്മളെ ചിരിപ്പിക്കുന്ന എന്ന് പറയുന്നത്, ചിരിപ്പിക്കുന്ന കഥകൾ മാർക്ക് ട്വെയിൻ ചിരിപ്പിക്കുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള കഥകൾ മാർക്ക് ട്വെയിൻ എഴുതുന്നുണ്ടെന്നുള്ളൊരു ലൈൻ ഈ പാസേജിലുണ്ട്. ഇതാണ് ട്വെയിൻ റോട്ട് മെനി ഫണ്ണി ആൻഡ് ക്ലവർ സ്റ്റോറീസ്. അപ്പൊ ചിരിപ്പിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അർത്ഥം വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ് ഫണ്ണി. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ബീന്റെ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ വേർഡ് ഇസ് ഫണ്ണി. ഓക്കെ, ഈ ആൻസർ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് കാണുന്നില്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി. അപ്പൊ എന്താണ്? ലാഫിന്റെ വേറൊരു വേർഡ് എന്താണ്? ഫണ്ണി എന്നാണ്. ഓക്കെ, അടുത്ത നോക്കിയാലോ. വാട്ട് ഡിഡ് മാർക്ക് ട്വെയിൻ എൻജോയ് വാച്ചിങ് ആസ് എ യങ് ബോയ്. എന്താണ് മാർക്ക് ട്വെയിൻ്റെ ചെറുപ്പകാലത്ത് എൻജോയ് ചെയ്ത ഒരു കാര്യം എന്താണ്? സ്റ്റീം ബോട്ട്സിനെ കുറിച്ചാണ് അയാൾ എൻജോയ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സി എന്താ ആൻസർ? ഹി എൻജോയ്ഡ് വാച്ചിങ് സ്റ്റീം ബോട്ട്സ്. സ്റ്റീം ബോട്ട്സ് എങ്ങനെയാണ്? സ്റ്റീം എഞ്ചിൻ വെച്ച് മൂവ് ചെയ്യുന്ന ബോട്ട്സിനെയാണ് സ്റ്റീം ബോട്ട്സ് എന്ന് പറയുക. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിയാലോ. നെയിം ദ ടു ഫേമസ് ബുക്ക് റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ എഴുതിയ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകം ഏതാ? ഈ പാസേജിന്റെ ഈ സെക്കൻഡ് പാരയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അഡ്വഞ്ചർ ഓഫ് ടോം സേവർ ആൻഡ് ഇത് അഡ്വഞ്ചർ ഓഫ് ഹക്കിൾബെറി ഫിൻ എന്നാണ് രണ്ട് പുസ്തകങ്ങൾ. ഓക്കെ, നെയിം ഇത് ടു ഫേമസ് ബുക്ക്, അത് പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. റീഡ് ഇത് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അത് വായിച്ചു നോക്കാം. മാർക്ക് ട്വെയിൻ യൂസ്ഡ് എ പെൻ നെയിം ടു റൈറ്റ് ഹിസ് ബുക്ക്. എന്താണ്? മാർക്ക് ട്വെയിന് ഒരു പെൻ നെയിം, ഒരു അപരനാമം യൂസ് ചെയ്തിരുന്നു. എന്താണ്? അയാളുടെ ബുക്സ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഹിസ് റിയൽ നെയിം വാസ് മാർക്ക് ട്വെയിൻ. ഇത് കറക്റ്റ് ആണോ? അയാളുടെ റിയൽ നെയിം എന്തായിരുന്നു? സാമുവൽ ക്ലെമൻസ് എന്നായിരുന്നു അയാളുടെ റിയൽ നെയിം. അപ്പം സെക്കൻഡ് വൺ എന്താണ്? തെറ്റാണ്. ഫസ്റ്റ് വൺ ശരിയാണ്. വിച്ച് ഓഫ് ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ഇസ് കറക്റ്റ്. അപ്പൊ എന്താണ്? ബോത്ത് 1 and 2 ആർ കറക്റ്റ്. 1 കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണോ? അല്ല. അപ്പൊ എന്താ? ഓപ്ഷൻ എ അല്ല. ബി നോക്കിയാലോ. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ആൻഡ് 2 ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, എന്താണ് ആൻസർ? ബി ആണ് ആൻസർ. ഇതാണ് കറക്റ്റ്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷെ 2 എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ്. അത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് അല്ല, 1 ഇൻകറക്റ്റ് അല്ല. സെക്കൻഡ് ഇസ് കറക്റ്റ്. സെക്കൻഡ് തെറ്റാണ്. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ വരിക? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ആൻഡ് 2 ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, അതെങ്ങനെയാന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. മാർക്ക് ട്വെയിൻ എന്താണ്? പെൻ നെയിം യൂസ് ചെയ്തിരുന്നു, അത് കറക്റ്റ് ആണ്. പിന്നെ അയാളുടെ റിയൽ നെയിം എന്താണ്? മാർക്ക് ട്വെയിൻ അല്ല. ഓക്കെ, മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന അയാളുടെ അപരനാമം ആണ്, പെൻ നെയിം ആണ്. അയാളുടെ റിയൽ നെയിം എന്താണ്? സാമുവൽ ക്ലെൻസ് എന്നാണ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമെയിൽ ആണ്. വില്യം ഫ്രം ദ സ്റ്റോറി ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് സക്സീഡഡ് ഇൻ ലൈറ്റനിങ് അപ്പ് ഹിസ് വില്ലേജ്. ഇൻസ്പയർഡ് ബൈ ഹിസ് സ്റ്റോറി, വിനോദ്, എ ക്ലാസ് 6 സ്റ്റുഡൻറ് ഫ്രം കേരള, റൈറ്റ്സ് ആൻ ഇമെയിൽ ടു വില്യം. അപ്പൊ എന്താണ് ടു ആർക്കാണ്? വില്യം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആൻസർ ഉണ്ട്, ടു വില്യം. ഓക്കെ, അപ്പൊ വില്യത്തിനാണ് ഇമെയിൽ അയക്കുന്നത്. ആരാണ് അയക്കുന്നത്? ബൈ വിനോദ്. അപ്പൊ ഫ്രം വിനോദ് @gmail.com എന്നും ടു വില്യം @gmail.com എന്നും എഴുതാം. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ. പിന്നെ എന്താണ്? ഡിയർ വില്യം എന്ന് പറഞ്ഞിട്ട് വിനോദ് അവൻ ഈ അപ്രീസിയേഷനായിട്ടുള്ള മെയിൽ അയക്കുകയാണ്. അപ്പൊ അതെങ്ങനെ എഴുതാം നമുക്ക് നോക്കിയാലോ. ടു വില്യം @gmail.com. പിന്നെ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും എഴുതാം, ജിമെയിൽ അല്ലെങ്കിൽ യാഹു എന്തെങ്കിലും എഴുതാം. വില്യം @gmail.com. അതേപോലെ ഫ്രം വിനോദ് @gmail.com. സബ്ജക്റ്റ് എന്താണ്? അപ്രീസിയേഷൻ ഫോർ ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. ഓക്കെ, അപ്പം വിനോദ് വില്യത്തിന് എഴുതാണ്, ഡിയർ വില്യം. ഓക്കെ, ഡിയർ വില്യം, മൈ നെയിം ഇസ് വിനോദ്. എൻ്റെ പേര് വിനോദ് ആണ്. ഐ ആം എ സ്റ്റുഡൻറ് ഫ്രം കേരള. എന്താണ്? ഞാൻ ഒരു കേരളത്തിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഐ റീസെൻ്റ്ലി റെഡ് യുവർ സ്റ്റോറി. ഞാൻ ഈ ഇടയായിട്ട് നിങ്ങളുടെ സ്റ്റോറി വായിച്ചിരുന്നു. ആ സ്റ്റോറിൻ്റെ പേരെന്താ? ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. ആൻഡ് ഐ വാസ് ട്രൂലി ഇൻസ്പയർഡ് ബൈ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ. അപ്പം ഞാൻ നിങ്ങളുടെ ഹാർഡ് വർക്കും എന്താ പറയുക ഡെഡിക്കേഷനും കണ്ടിട്ട് ഞാൻ ഇൻസ്പയർഡ് ആയി. ഓക്കെ, എനിക്കൊരു പ്രചോദനം കിട്ടി. ഇറ്റ് ഈസ് അമേസിംഗ് ദാറ്റ് യു ആർ ഏബിൾ ടു ബ്രിങ് ഇലക്ട്രിസിറ്റി ടു യുവർ വില്ലേജ്. അപ്പം എന്താണ്? നിങ്ങളുടെ കഠിനമായ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വില്ലേജിൽ, ഗ്രാമത്തിലേക്ക് എന്താണ് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുവരാൻ സാധിച്ചു. എങ്ങനെയാണ്? കാറ്റാടി മെഷീൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, വിൻഡ് മിൽ യു ബിൽറ്റ് യുവർ സെൽഫ്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വിൻഡ് മില്ല് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി നിങ്ങളുടെ ഗ്രാമത്തിൽ കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് എഴുതുകയാണ്. യുവർ സ്റ്റോറി ഷോസ് ദാറ്റ് ഡിറ്റർമിനേഷൻ ആൻഡ് ക്ലവർനെസ്. അപ്പം അവൻ പറയാണ്, ആര്? വിനോദ് വില്യത്തിനോട് പറയാണ്, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയവും പിന്നെന്താണ് ബുദ്ധിയും ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത കാര്യം ഏറ്റവും നല്ല കാര്യമാണെന്ന് വിനോദ് പറയാണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. അപ്പം എന്താണ്? വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ്, നടക്കുന്ന കാര്യമാണ് എന്ന് വിനോദ് പറയാണ്. ഈവൻ വിത്തൗട്ട് മെനി റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ കുറേ റിസോഴ്സസ് ഇല്ലാതെയും കുറച്ച് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. യു ആർ ആൻ ഇൻസ്പിറേഷൻ ടു സ്റ്റുഡൻസ് എവരിവെയർ. അപ്പം താങ്കൾ എല്ലാ സ്റ്റുഡൻസിനും ഒരു പ്രചോദനമാണെന്ന് വിനോദ് വില്യത്തിന് എഴുതുകയാണ്. താങ്കിങ് ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്യുന്നതിന് താങ്ക് യു. യുവേഴ്സ് ട്രൂലി വിനോദ്. അപ്പം നമ്മൾ ഇമെയിൽ എഴുതുന്നത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, അതിനൊരു ഫോർമാറ്റ് ഉണ്ടാകണം. ഫസ്റ്റ് എന്താണ്? ടു ആർക്കാണ് എഴുതുന്നത്, ഫ്രം ആരാണ് എഴുതുന്നത്, പിന്നെ ആ ഇമെയിലിൻ്റെ സബ്ജക്റ്റ് എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ എന്താണ് അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു സെൻറ്റൻസിൽ എഴുതുക. അതാണ് അപ്രീസിയേഷൻ ഫോർ ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ്. പിന്നെ എന്താണ്? നമ്മൾ ഡിയർ സർ ഓർ മേഡം അല്ലെങ്കിൽ എന്ത് എഴുതുക? ഡിയർ അവരുടെ പേര് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് കണ്ടന്റ് ആണോ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതുക. അതിനെയാണ് നമ്മൾ പറയുന്നത് ബോഡി എന്ന് പറയുക. ബോഡി. ഓക്കെ, പിന്നെ എന്താണ്? താങ്ക്സ് പറയുക, പിന്നെ നമ്മുടെ പേര് എഴുതുക. ഓക്കെ, ഇതാണ് ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ്. ഫസ്റ്റ് എന്താണ്? ടു, നെക്സ്റ്റ് ഫ്രം, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഡിയർ സർ ഓർ മേഡം, പിന്നെ ബോഡി, പിന്നെ താങ്കിങ് യു. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇമെയിൽ എങ്ങനെ എഴുതുന്നതെന്നുള്ളതിൻ്റെ ഒരു ഫോർമാറ്റ് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടന്നാലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ടു ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. അപ്പോൾ 3A കൊടുത്തിട്ടുണ്ട്, 3B കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3A എന്താന്ന് നോക്കിയാലോ. കുഞ്ഞിച്ചിരിത ഈസ് വെരി ഹാപ്പി അറ്റ് ഹർ ന്യൂ സ്കൂൾ ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ കുഞ്ഞിച്ചിരിത എന്താണ്? അവളുടെ ന്യൂ ജേഴ്സിയിലുള്ള പുതിയ സ്കൂളിൽ പോകുന്ന ഓർത്തിട്ട് അവൾ ഭയങ്കര സന്തോഷവതിയാണ്.
ഷീ ഗോട്ട് മെനി ഫ്രണ്ട്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. അവൾക്ക് അവളുടെ ഫ്രണ്ട്സ് ആയിട്ട് വേറെ വേറെ രാജ്യത്ത് നിന്ന് കുറേ ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട്. ഷീ ഈസ് ചാറ്റിംഗ് വിത്ത് ഹെർ കസിൻ മീനുക്കുട്ടി. ഓക്കെ, അപ്പോൾ അവളുടെ കസിൻ ആയിട്ടുള്ള മീനുക്കുട്ടീനോട് ചാറ്റ് ചെയ്യാണ്. ഹൂ ലിവ്സ് ഇൻ കേരള അബൌട്ട് ഹെർ സ്കൂൾ ആൻഡ് ഫ്രണ്ട്സ്. അപ്പം മീനുക്കുട്ടി എവിടെയാണ് താമസിക്കുന്നത്? കേരളയിലാണ്. കുഞ്ഞിച്ചിരുത എവിടെയാണ് താമസിക്കുന്നത്? ന്യൂജേഴ്സിയിലാണ്. അപ്പം ന്യൂജേഴ്സിയിലെ പുതിയ സ്കൂളിലെ വിശേഷങ്ങൾ ആരായിട്ട് അവൾ ഷെയർ ചെയ്യാണ്? മീനുക്കുട്ടിയായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പം എന്താണ്, ഒരു ഫോണിൽ നമ്മൾ ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു 5 കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവർ ഇനീഷ്യലി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിച്ചിരുത ഹേ മീനുക്കുട്ടി വാട്സപ്പ് എന്ന് കുഞ്ഞിച്ചിരുത ഫസ്റ്റ് മെസ്സേജ് ഉണ്ട്. അപ്പം മീനുക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു 5 കോൺവെർസേഷൻ കൂട്ടുകാർ എഴുതണം. അത് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കിയാലോ. അപ്പം ഹായ് മീനുക്കുട്ടി വാട്സപ്പ് എന്ന് കുഞ്ഞിച്ചിരുത ഫസ്റ്റ് മെസ്സേജ് അയച്ചു. അപ്പം അതിന് തിരിച്ചെന്താണ് മീനുക്കുട്ടി പറയുന്നത്? നത്തിങ് മച്ച്, ജസ്റ്റ് സ്റ്റഡിങ് ഫോർ എക്സാം, ഹൗ ഇസ് യുവർ ന്യൂ സ്കൂൾ. അപ്പം മീനുക്കുട്ടി പറയാണ് ഇങ്ങനെ പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നും ഇല്ല, ഞാനിപ്പോൾ എൻ്റെ എക്സാംസിന് വേണ്ടി പഠിക്കുകയാണ്, നിന്റെ പുതിയ സ്കൂൾ എങ്ങനെയുണ്ടെന്ന് മീനുക്കുട്ടി കുഞ്ഞിച്ചിരുതേനോട് ചോദിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ് ഇറ്റ്സ് അമേസിങ്, ഐ ഹാവ് മെയ്ഡ് സോ മെനി ന്യൂ ഫ്രണ്ട്സ്. അത് പുതിയ സ്കൂൾ അടിപൊളിയാണ്, ഞാൻ അവിടെ കുറേ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മീനുക്കുട്ടി പറയാണ് ദാറ്റ്സ് ഗ്രേറ്റ്, അത് നല്ല കാര്യമാണല്ലോ. വേർ ആർ ദേ ഫ്രം. അപ്പം നിന്റെ പുതിയ ഫ്രണ്ട്സൊക്കെ എവിടെ നിന്നാണ് എന്ന് മീനുക്കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ് മൈ ഫ്രണ്ട്സ് ആർ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ലൈക്ക് USA ആൻഡ് ചൈന. അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ് എൻ്റെ ഫ്രണ്ട്സ് ഓരോരോ കൺട്രിയിൽ നിന്നുള്ള ഫ്രണ്ട്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവർ എന്താണ് അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നുള്ള കൺട്രീസിൽ നിന്നുള്ള കുട്ടികളൊക്കെയാണ് അവളുടെ ഫ്രണ്ട്സ് എന്ന് കുഞ്ഞിച്ചിരുത മീനുക്കുട്ടീനോട് പറയാണ്. അപ്പം മീനുക്കുട്ടി പറയാം വാവ് ദാറ്റ് സൗണ്ട് സോ കൂൾ, ഐ വിഷ് ഐ കുഡ് മീറ്റ് ദം. അപ്പം മീനുക്കുട്ടി പറയാണ് അത് നല്ല കാര്യമാണ്, ഞാൻ എപ്പോഴെങ്കിലും അവരെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആര് പറയാണ്? മീനുക്കുട്ടി കുഞ്ഞിച്ചിരുതനോട് പറയാണ്. അപ്പോൾ കുഞ്ഞിച്ചിരുത യു ഷുഡ് വിസിറ്റ് മീ സം ടൈം. അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ് നീ എപ്പോഴെങ്കിലും എന്നെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം, ന്യൂജേഴ്സിയിലേക്ക് വരണം എന്ന് കുഞ്ഞിച്ചിരുത മീനുക്കുട്ടീനോട് പറയാണ്. ഓക്കെ, ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതിപ്പോഴും എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 3B. William bought electricity to his village. Now the villagers can use mobile phones, TV, network, etc. അപ്പോൾ എന്താണ്, വില്യത്തിന്റെ ഗ്രാമത്തിലേക്ക് ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് വിൻഡ് മില്ല് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അവിടുത്തെ ഗ്രാമവാസികൾക്കൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മൊബൈൽ ഫോണുകളും ടിവിയും ഇന്റർനെറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വില്യം ഫീൽസ് വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. എന്താണ് വില്യം അപ്പം അതിനെ ആലോചിച്ചിട്ട് എന്താണ് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അഭിമാനം തോന്നുന്നുണ്ട്. വില്യംസ് ഫ്രണ്ട് റയാൻ who lives in the city makes a chat with him. അപ്പോൾ എന്താണ്, വില്യത്തിന്റെ ഫ്രണ്ടാണ് റയാൻ. റയാൻ എവിടെയാണ് താമസിക്കുന്നത്? സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പം റയാനുമായിട്ട് വില്യത്തിന്റെ ഒരു ചാറ്റാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ കുഞ്ഞിച്ചിരുതിയും മീനൂട്ടിയായിട്ടുള്ള ചാറ്റ് എഴുതിയതുപോലെ തന്നെ നമുക്ക് വില്യമും റയാനും തമ്മിലുള്ള ചാറ്റ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോൺവെർസേഷൻ അവർ തന്നിട്ടുണ്ട്. റയാൻ പറയാണ് ഹേ വില്യം ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഹേ വില്യം എന്തൊക്കെയുണ്ട് വിശേഷം, എങ്ങനെ പോകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. വില്യം ഹേ റയാൻ ഐ ആം സോ ഹാപ്പി. അപ്പോൾ വില്യം പറയാണ് ഹേ റയാൻ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ബാക്കി നമുക്ക് എഴുതിയാലോ കൂട്ടുകാരെ. I am so happy. My village finally has electricity. എൻ്റെ ഗ്രാമത്തിൽ ഇപ്പം ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പം റയാൻ എന്താ പറയുക? ദാറ്റ്സ് ഫാന്റാസ്റ്റിക്, ഐ ഹേർഡ് ഓൾ അബൌട്ട് ഇറ്റ്. അത് അടിപൊളിയായിട്ടുണ്ട്, ഞാൻ അതിനെക്കുറിച്ചെല്ലാം കേട്ടിരുന്നു എന്ന് റയാൻ വില്യത്തിനോട് പറയാണ്. അപ്പോൾ വില്യം എന്താ പറയുന്നത്? നൗ വി ക്യാൻ യൂസ് മൊബൈൽ ഫോൺസ്, വാച്ച് ടി വി ആൻഡ് ഈവൻ യൂസ് നെറ്റ്വർക്ക്. അപ്പോൾ വില്യം പറയാണ് ഇപ്പം ഇലക്ട്രിസിറ്റി കിട്ടിയത് കാരണം ഞങ്ങൾക്ക് എന്താണ് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റും, ടി വി കാണാൻ പറ്റും, അതേപോലെ ഇന്റർനെറ്റും യൂസ് ചെയ്യാൻ പറ്റുന്ന വില്യം റയാനോട് പറയാണ്. അപ്പം റയാൻ എന്താ പറയുക? ഐ ആം സോ പ്രൗഡ് ഓഫ് യു, ഞാൻ നിന്നെ ആലോചിച്ചിട്ട് അഭിമാനം കൊള്ളുന്നു എന്ന് റയാൻ പറയാണ്. യു ആർ എ റിയൽ ഹീറോ, നീ ഒരു ഹീറോ തന്നെയാണെന്ന് റയാൻ വില്യത്തിനോട് പറയാണ്. അപ്പോൾ വില്യം എന്താ പറയുന്നത്? താങ്ക് യു റയാൻ, ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ യു, സീ എവറി വൺ സോ ഹാപ്പി. അപ്പം വില്യം പറയാണ്
താങ്ക് യു റയാൻ, എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതിൽ താങ്ക് യു. ഇങ്ങനെ എല്ലാവരെയും സന്തോഷത്തിൽ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് വില്യം ആരോട് പറയാണ്? റയാനോട് പറയാണ്. ഓക്കെ, അപ്പം കൂട്ടുകാർ ഇതേപോലെ എഴുതുകയോ അല്ലെങ്കിൽ എന്താ ഇത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ ഇതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ലൈവ് റിപ്പോർട്ടാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ് 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. 2 ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്കൂൾ ഈസ് റെഡി ഫോർ പ്രവേശനോത്സവം. ഓക്കെ, അപ്പോൾ സ്കൂള് റെഡിയാണ് പ്രവേശനോത്സവത്തിന് വേണ്ടി. അപ്പോൾ ഒരു ലൈവ് റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കിയാലോ. ഗുഡ് മോർണിംഗ് എവറി വൺ, വി ആർ ലൈവ് ഫ്രം ദ സ്കൂൾ. ഇപ്പം എന്താണ്, ലൈവ് പോവുകയാണ് സ്കൂളിൽ നിന്ന്. വിച്ച് ഇസ് സെലിബ്രേറ്റിംഗ് പ്രവേശനോത്സവം ടുഡേ. ഇപ്പോൾ സ്കൂൾ എന്താണ് ഇന്ന് ആഘോഷിക്കുന്നത്? 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. The entrance is beautifully decorated with colorful ribbons and balloons. അപ്പോൾ എന്താണ്, സ്കൂളിന്റെ എൻട്രൻസ് കളർഫുൾ ആയിട്ടുള്ള റിബണുകളും ബലൂണും ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചിൽഡ്രൻസ് ആൻഡ് ദെയർ പാരൻസ് ആർ സീറ്റഡ് ഇൻ റോസ്. കുട്ടികളും അവരുടെ മാതാപിതാക്കളും റോ ബൈ റോ ആയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. വിത്ത് ഇത് ക്ലാസ് 1 സ്റ്റുഡൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റോ. അപ്പം ഫ്രണ്ടിൽ ആരാണ് ഇരുത്തിയിരിക്കുന്നത്? 1ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിനെയാണ്. ഇത് HM വെൽക്കംഡ് ഇത് സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പൊ HM എന്ത് ചെയ്തു? സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള ഹോണറബിൾ MLAനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇത് ട്രഡീഷണൽ ചെണ്ടമേളം പെർഫോമൻസ് ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഇപ്പം എന്താണ്, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചെണ്ടമേളം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ആഡിങ് ടു ദ ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയർ. ചെണ്ടമേളം എന്താണ്, ഈ ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയറിന് ഒന്നും കൂടെ കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെണ്ടമേളവും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ദ MLA ഈസ് നൗ ലൈറ്റ്നിങ് ദ ലാമ്പ്. MLA എന്ത് ചെയ്യാണ്? തിരി കൊളുത്തിയിട്ട് ഒഫീഷ്യലി ആയിട്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ലൈവ് റിപ്പോർട്ട് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതും ഒരു ലൈവ് റിപ്പോർട്ട് തന്നെയാണ്. എന്താണ് സിറ്റുവേഷൻ നോക്കാം. It is the day of annual talent show at Chippy's school. You are among the audience. Okay, Chippy is surprising the people with his performance. Prepare a live report. ഇത് ഒരു ലൈവ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ഹിൻസ് തന്നിട്ടുണ്ട്. ഇപ്പം ലൈവ് റിപ്പോർട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഈ ഹിന്റ് തന്നിട്ടില്ലേ, ആ ഹിന്റിന് നമ്മൾ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇവിടെ എന്തൊക്കെയാ ഹിന്റ് കൊടുത്തിരിക്കുന്നത്? ഇത് ഹാൾ ഈസ് ക്രൗഡഡ്. ഓക്കെ, എന്താണ്, ആ പിന്നെ ആനുവൽ ഡേ നടക്കുന്ന ഹാള് മൊത്തം ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്. ചിൽഡ്രൻ പെർഫോമിങ്, അവിടെ കുറേ കുട്ടികൾ ഓരോരോ പെർഫോമൻസ് സ്റ്റേജിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഓഡിയൻസ് ചിയർ ദം അപ്പ്. എന്താ ഓഡിയൻസ്, അവിടെ കാഴ്ചക്കാരായിട്ടിരിക്കുന്ന കാണികളെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ പെർഫോം ചെയ്യുന്ന കുട്ടികളെ എന്താണ്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെന്താ, മിസ്റ്റർ ഇസ്ബോ അനൗൺസസ് ഇത് നെക്സ്റ്റ് ചൈൽഡ്. അപ്പം അവിടെ അനൗൺസ്മെന്റ് ആയിട്ട് സ്റ്റേജിന്റെ സൈഡിൽ നിൽക്കുന്നത് ഇസ്ബിയോ ആണ്. പിന്നെ എന്താ, Chippy appears on stage, imitates cries of crows. Chippy surprises everyone. People clap. അപ്പോൾ എന്താണ്, ചിപ്പി എന്താണ് ചെയ്യുന്നത്? അവന് ഓരോരോ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ സർപ്രൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഇതൊക്കെ കേട്ടിട്ട് അവന് ക്ലാപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാം എന്ന് നോക്കിയാലോ. ഒരു ലൈവ് റിപ്പോർട്ട്. അപ്പോൾ ആനുവൽ ഡേന്റെ ലൈവ് റിപ്പോർട്ട് നമുക്ക് എഴുതാം. ഹലോ എവ്രി വൺ, വെൽക്കം ടു ആനുവൽ ടാലന്റ് ഷോ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഈ ആനുവൽ ടാലന്റ് ഷോയിലേക്ക് സ്വാഗതം. The hall is crowded and the audience is cheering for the children performing on the stage. അപ്പോൾ എന്താണ്, ആ ടാലന്റ് ഷോ നടക്കുന്ന ഹാള് മൊത്തം എന്താണ്, ക്രൗഡഡ് ആണ്, ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതേപോലെ എന്താണ്, കുട്ടികൾ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് ആൾക്കാർ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മിസ്റ്റർ ഇസ്ബി ഹാസ് ബീൻ അനൗൺസ്ഡ് ദ നെക്സ്റ്റ് ചൈൽഡ്. അപ്പോൾ എന്താണ്, അടുത്ത പെർഫോമറിനെ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ആൻഡ് ഹിയർ കംസ് ചിബി ഓൺ സ്റ്റേജ്. അപ്പോൾ എന്താണ്, അടുത്ത പെർഫോമർ ആരാണ്,
ചിബിയാണ്. അപ്പൊ ചിബി സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. ഹി ഈസ് ഇമിറ്റേറ്റിംഗ് ദ ക്രൈസ് ഓഫ് ക്രോസ്. അപ്പൊ ചിബി എന്താണ് ചെയ്യുന്നത്? കാക്ക കരയുന്ന സൗണ്ട്, അങ്ങനെ ഓരോരോ ആനിമൽസ് കരയുന്ന സൗണ്ട്സ് ഒക്കെ ചിബി ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് സർപ്രൈസിങ് എവറി വൺ ഹിയർ. അപ്പൊ എന്താണ്, ആ സൗണ്ട് ഒക്കെ കേട്ടിട്ട് എല്ലാവരും ഇവിടെ ആശ്ചര്യമായിട്ട് സന്തോഷത്തോടെ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഓഡിയൻസ് ഈസ് റോറിംഗ് വിത്ത് ലാഫ്റ്റർ ആൻഡ് ക്ലാപ്പിംഗ് ലൗഡ്ലി ഫോർ ഹിസ് പെർഫോമൻസ്. അപ്പൊ അവന്റെ പെർഫോമൻസ് കണ്ടിട്ട് അവിടെയുള്ള ഓഡിയൻസ് എല്ലാവരും വളരെ ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എഡിറ്റിംഗ് ആണ്. ഇവിടെ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്, ഒരു പാര പോലെ. അതിലുള്ള മിസ്റ്റേക്സ് കണ്ടിട്ട് അത് ശരിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് സാറ്റർഡേ മീന ഗോ ടു ദ പാർക്ക് വിത്ത് ഹെർ ഫ്രണ്ട്സ്. ദേ പ്ലേഡ് ഹാപ്പിലി വിത്ത് ദ ഹോൾ ആഫ്റ്റർനൂൺ. ഷീ സോ എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഫ്ലട്ടറിംഗ് ഓവർ ദ ഫ്ലവേഴ്സ്. മീന സാറ്റ് ഇൻ എ ബെഞ്ച് ആൻഡ് വാച്ച്ഡ് ദ സൺസെറ്റ്. It was a day lovely for her. അപ്പൊ എന്താണ്, കുറച്ച് 3 സെന്റൻസിലുള്ള ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിലെന്താ മിസ്റ്റേക്സ് ഉള്ള വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മിസ്റ്റേക്സ് എന്താന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വൺ എന്താ, ലാസ്റ്റ് സാറ്റർഡേ മീന ഗോ ടു. ലാസ്റ്റ് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ ആഴ്ചയിലെ ശനിയാഴ്ച. മീന ഗോ എന്ന് പറയില്ല. ഓക്കെ, അതെന്താണ്, പ്രസന്റ് ടെൻസ് അല്ല. മീന പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഗോ എന്താവും, വെന്റ് ആവും. ഇവിടെ സാറ്റർഡേന്റെ മിസ്റ്റേക്ക് എന്താണ്, സാറ്റർഡേ എന്ന് പറയുന്ന ഒരു ഡേ ആണ്. അപ്പം നമ്മൾ എപ്പോൾ എന്താ ചെയ്യേണ്ടത്, എസ് ക്യാപിറ്റലൈസ്ഡ് ചെയ്ത് എഴുതുക. പിന്നെ ഗോ എന്താവും, ഗോ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താ വരിക, വെന്റാ വരിക. എന്തുകൊണ്ടാണ് വെന്റ് വരുന്നത്, അത് ലാസ്റ്റ് സാറ്റർഡേ കഴിഞ്ഞ ശനിയാഴ്ചയാണ് പോയത്. ഈ ശനിയാഴ്ച അല്ല പോയത്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് പോയത്. അത് കാരണം അത് പാസ്റ്റ് ടെൻസിൽ വരും, വെന്റ് വരും. പിന്നെ അടുത്തത് എവിടെയാണ്, ഷീ സോ എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാലേ നിങ്ങൾക്കറിയാം ബ്യൂട്ടിഫുളിന്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണ്. BEAUTIFUL ആണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഓക്കെ, അടുത്ത എന്താ, മീന സാറ്റ് ഡാഷ്. സാറ്റ് ഇന്നും നമ്മൾ ഒരിക്കലും പറയില്ല. എന്താണ്, ഇത് പ്രപ്പോസിഷൻ അവിടെ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കും, ഓൺ ആയിരിക്കും. ബെഞ്ചിന്റെ ഉള്ളിൽ ഇരുന്നു എന്ന് നമ്മൾ പറയില്ല, ഒരു ബെഞ്ചിന്റെ പുറത്തിരുന്നു എന്നാണ് പറയുക. അപ്പൊ പുറത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓൺ എന്നാണ് പറയുക, ഓൺ ദ ബെഞ്ച്. ഡേ ലവ്ലി, ദ കറക്റ്റ് വേർഡ് ഓർഡർ ഇസ് ലവ്ലി ഡേ. അപ്പൊ ഡേ ലവ്ലി നമ്മൾ ഒരിക്കലും പറയില്ല, ഇറ്റ് വാസ് എ ലവ്ലി ഡേ ഫോർ ഹർ എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഈ കൂട്ടുകാർക്ക് എങ്ങനെയാണ് ഈ സെന്റൻസുകൾ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതണ്ടേന്ന് മനസ്സിലായില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ചർ സ്റ്റോറിയാണ്. ഇപ്പൊ പിക്ചർ സ്റ്റോറി എന്താണ്, പിക്ചർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ടാവും. അപ്പം ഇവിടെ സീരിയസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പിക്ചർ, ഇത് സെക്കൻഡ് പിക്ചർ, ഇത് തേർഡ് പിക്ചർ, ഇത് ഫോർത്ത് പിക്ചർ ആണ്. അപ്പൊ ഈ പിക്ചറിൽ നോക്കിയാലാണ് ഇതൊരു വയസ്സായ അമ്മൂമ്മയാണ്. അപ്പൊ ഈ വയസ്സായ അമ്മൂമ്മ ഒരു ടൗണില് ഇപ്പൊ നിറയെ വണ്ടികളുള്ളപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. അപ്പൊ എന്താണ്, 2 ഫ്രണ്ട്സ്, ഇപ്പൊ നമുക്ക് ഈ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പേര് കൊടുത്തിട്ട് ആ കുട്ടീന്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഇപ്പൊ ഒരു കുട്ടിക്ക് നമ്മൾ മീര എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ലുക്ക് ദ ഗ്രാൻഡ്മ നീഡ്സ് ക്രോസ് ദ റോഡ്. അപ്പോൾ ഒരു കുട്ടി മറ്റേ കുട്ടീനോട് പറയാണ് ഈ ഗ്രാൻഡ്മയ്ക്ക് റോഡ് ക്രോസ് ചെയ്യണം എന്ന് പറയാണ്. ഓക്കെ, അപ്പം അത് കണ്ടത് എന്ത് ചെയ്യുക, ഐ ഷാൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ആ ഗ്രാൻഡ്മേന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് ഗ്രാൻഡ്മേനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ, ഹെൽപ്പ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗ്രാൻഡ്മ എന്താണ് പറയുന്നത്, താങ്ക് യു ഡിയർ എന്ന് ആ കുട്ടീനോട് പറയാണ്. അപ്പൊ എന്താണ്, അപ്പൊ ഇതൊരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു പ്രായമായ ഗ്രാൻഡ്മയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളിപ്പം സ്കൂൾ വിട്ട് പോകുന്ന സമയത്ത് എന്താണ് ആ ഗ്രാൻഡ്മേനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കഥയായിട്ട് നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. അതെങ്ങനെ എഴുതാൻ നോക്കിയാലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റോറിക്ക് ഒരു ഹെഡിങ്ങും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ എഴുതാം, എ കൈൻഡ് ഹാർട്ടഡ് ഗേൾ നെയ്മഡ് മീര വാസ് വാക്കിംഗ് ഫ്രം സ്കൂൾ. ഓക്കെ,
അപ്പൊ എന്താണ്, ഒരു നല്ല മനസ്സുള്ള മീര എന്നൊരു പറഞ്ഞ പെൺകുട്ടി എങ്ങോട്ട് നടക്കുകയായിരുന്നു? സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഓക്കെ. As she crossed the street, she noticed an elder grandmother struggling to cross the busy road. അപ്പൊ അവൾ എന്താണ്, സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഒരു ഗ്രാൻഡ്മ എന്താണ്, റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടു. ഓക്കെ. She was holding a cane and looked a little scared. അപ്പൊ എന്താണ്, ആ ഗ്രാൻഡ്മ എന്താണ്, ഒരു വടിയും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതേപോലെ റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ട് പോലെ അവൾക്ക് തോന്നി. Mira's friend pointed to the grandmother and said, "Look, the grandmother need to cross the road." അപ്പൊ മീരന്റെ ഫ്രണ്ട് മീരയ്ക്ക് അത് ആ ഗ്രാൻഡ് മദറിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നോക്ക്, ആ ഗ്രാൻഡ്മയ്ക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്ന് തോന്നുന്നു. Without a second thought, Meera walked up to the old lady and said, "I shall help you." അപ്പൊ എന്താണ്, മീര ഇത് കണ്ടതും എന്താണ്, ആ ഗ്രാൻഡ് മദറിന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയും എന്ത് ചെയ്തു, "ഐ ഷാൽ ഹെൽപ്പ് യു," ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് മീര ഗ്രാൻഡ് മദറിനോട് പറഞ്ഞു. ദ ഗ്രാൻഡ് മദർ സ്മൈൽഡ് കൈൻഡ്ലി. അപ്പൊ എന്താണ്, ഗ്രാൻഡ് മദർ ആശ്വാസത്തോടെ അവളോട് ചിരിച്ചു. മീര ഹെൽഡ് ഗ്രാൻഡ് മദേഴ്സ് ഹാൻഡ്. മീര എന്ത് ചെയ്തു, ഗ്രാൻഡ് മദറിന്റെ കയ്യിൽ പിടിച്ചിട്ട് കെയർഫുള്ളി ഗൈഡഡ് ഹെയർ ക്രോസ് ദ സ്ട്രീറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, സൂക്ഷിച്ച് ആ ഗ്രാൻഡ് മദറിനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. വൺസ് ദേ വെർ സേഫ്ലി ഓൺ ദ അതർ സൈഡ്. അപ്പൊ എന്താണ്, മീര കെയർഫുൾ ആയിട്ട് ആ ഗ്രാൻഡ് മദറിനെ റോഡ് ക്രോസ് ചെയ്യിപ്പിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് എത്തിച്ചു. ദി ഗ്രാൻഡ് മദർ ഹഗ്ഡ് ഹെയർ ആൻഡ് സെഡ്, "താങ്ക് യു ഡിയർ." അപ്പൊ ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു, സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക് യു ഡിയർ എന്ന് മീരയോട് പറഞ്ഞു. മീര ഫെൽറ്റ് ഹാപ്പി ഫോർ ബീയിങ് ഏബിൾ ടു ഹെൽപ്പ് സംവൺ ഇൻ നീഡ്. അപ്പൊ മീര എന്താണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് റിമൈൻഡർ ദാറ്റ് എ ലിറ്റിൽ കൈൻഡ്നെസ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. അപ്പൊ ചെറിയൊരു എന്താണ്, സഹായം അല്ലെങ്കിൽ ചെറിയൊരു സഹായം എന്താണ്, വലിയൊരു ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ മോഡിഫൈ ചെയ്തിട്ടും ഈ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം കൂട്ടുകാർക്ക് ഈ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് കരുതുന്നു. അതേപോലെ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നും ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം താങ്ക് യു സോ മച്ച്.